ഹാപ്പി ഓണം എവ്രി വൺ. നിങ്ങളൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്തോ? വെൽക്കം ടു ആൻ ഓണം വ്ളോഗ്. ഇങ്ങനെയാണ് ഞങ്ങൾ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓണം ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ തന്നെ പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല നല്ല സൂപ്പറായിട്ട് ഞങ്ങളൊരു പൂക്കളം ഇട്ടു. പിന്നെ ഓണക്കോടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഞങ്ങളോടൊപ്പം യൂലിയാന ഉണ്ടായിരുന്നു ഓണം ആഘോഷിക്കാൻ. യൂലിയാനയ്ക്ക് ഞങ്ങൾ സെറ്റപ്പാക്കി കൊടുത്ത ഒരു ധാവണിയാണ്. ഷീസ് ലുക്കിംഗ് സോ ഗോർജിയസ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ യൂലിയാനോടൊപ്പം ഓണം ആഘോഷിക്കാൻ. ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഞങ്ങളെല്ലാം റെഡിയായി ആർപ്പ് വിളിച്ചിട്ടാണ് എല്ലാവരും താഴോട്ടിറങ്ങിയത്. ആർപ്പോ ഇറോ. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഈ ഒരു ഗെറ്റ് ടുഗെദർ എനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റും ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ ഫേസിൽ ആ സന്തോഷം കാണാനുണ്ട് അല്ലേ? നേരെ ഞങ്ങൾ പോകുന്നത് അത്തപ്പൂക്കളത്തിൻ്റെ അടുത്തോട്ടാണ്. എല്ലാവരും നേരെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവച്ചു. ഇതിനോടൊപ്പം തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡാഡിയുടെ 70th ബർത്ത്ഡേ, 70ാം പിറന്നാൾ ആഘോഷിക്കാൻ. എൻ്റെ അനിയത്തിമാരോടൊപ്പം തന്നെ ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദൈവം നടത്തി തന്നു. അനിയത്തിമാരും അവരുടെ ഫാമിലീസും എല്ലാവരും വന്ന് ഡാഡിയുടെ 70th ബർത്ത്ഡേ ആഘോഷിച്ചു ഞങ്ങൾ ഒന്നിച്ച്. ഇതിന് ശേഷം നേരെ ഒരു തിരുവാതിര കളിയായിരുന്നു. ഇത് നേരത്തെ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, അപ്പം ഇട്ട സ്റ്റെപ്സ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സ്റ്റെപ്സൊക്കെ ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു, അത് വെച്ച് കളിച്ചു. മമ്മി കുറച്ച് സ്റ്റെപ്സൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് കളിച്ചു. ഞങ്ങളോടൊപ്പം യൂലിയാനെ തിരുവാതിര കളിക്ക് ഉണ്ടായിരുന്നു. നോക്കിക്കേ എന്ത് രസത്തിലാണ് യൂലിയാനെ ഞങ്ങളെല്ലാവരും കളിക്കുന്നത്. ഇതെല്ലാത്തിനു ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ ഫുഡൊക്കെ ഏർലി മോർണിംഗ് സെറ്റപ്പ് ആക്കി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ഓണസദ്യ കഴിച്ചോ? ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. യൂലിയാനയും എൻജോയ് ചെയ്തു. അങ്ങനെ വലിയ സ്പൈസി ഒന്നും അല്ലായിരുന്നു. യൂലിയാന ഓൾസോ എൻജോയ്ഡ് ആ ഫുഡ്. ഇതിന് ശേഷം കുറച്ച് ഫാമിലി പിക്ചേഴ്സ് ഞങ്ങൾ എടുത്തു. അതിനുശേഷം കുറച്ച് ഓണക്കളികളായിരുന്നു. ഇത് ഞങ്ങൾ സുന്ദരിക്ക് എങ്ങനെ പൊട്ടു തൊടുമെന്ന് നോക്കുകയാണ്. ലെനീഷായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റ്. നമുക്ക് നോക്കാം ലെനീഷ് സുന്ദരിക്ക് എങ്ങനെ നന്നായിട്ട് പൊട്ടു തൊട്ടോ, നെറ്റിക്ക് തന്നെയാണോ തൊട്ടോ എന്ന് നോക്കാം. ദേ പോകുന്നു. നോക്കട്ടെ. സുന്ദരിക്ക് ചുണ്ടിൻ്റെ തൊട്ട് താഴെയാണ് ലെനീഷ് പൊട്ടു തൊട്ടത്. പിന്നെ കസേര കളിയും. അതിനുശേഷം മിഠായി പെറുക്കലിന് പകരം കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ പയറുമണികളാണ് ഇട്ട് കൊടുത്തത്. അവർ കൗണ്ട് ചെയ്ത് അത് എടുത്തുകൊണ്ട് എൻജോയ് ചെയ്തു വന്നു. ഇതിൻ്റെ വിന്നേഴ്സ് എല്ലാവരുമാണ്. ബിക്കോസ് അവരെല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടാണ് കളിച്ചതും എൻജോയ് ചെയ്തതും. അങ്ങനെ കളികൾക്ക് ശേഷം ഞങ്ങൾ കുറച്ചുകൂടെ പിക്ചേഴ്സൊക്കെ എടുത്തു. ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നു. ഹാപ്പി ഓണം.